ഓക്കെ ആരോ വരുന്നുണ്ട്. ഞാൻ നിൽക്കല എന്താ എന്താ ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്നെ സംസാരിക്കാന്ന്. ഒച്ചുണ്ടാക്കി നിന്റെ മാനം പോവും. ഒച്ചുണ്ടാക്കി നിന്റെ മാനം പോകും. യേശുദാസ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കേട്ടിട്ടുള്ളത്. യേശുദാസ് എന്ന് പറയുന്ന മുക്കം മാമ്പറ്റയിലുള്ള ഒരു ലോഡ്ജ് ഉടമയാണ് യേശുദാസ്. മുക്കത്തുള്ള മാമ്പറ്റയിലുള്ള ഈ ഹോട്ടലിൻ്റെ ഉടമ അവിടെ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരു യുവതിയെ, 29 വയസ്സുള്ള യുവതിയെ അവരുടെ താമസിക്കുന്ന സ്ഥലത്ത് പോയി മറ്റു പെൺകുട്ടികളില്ലാത്ത സമയം നോക്കി ഉടമയായ യേശുദാസും അവിടുത്തെ ജീവനക്കാർ 2 പേരും കൂടി ചെന്ന് ഈ കുട്ടിയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടി തട്ടിമാറ്റി അവിടെ നിന്ന് മുകളിൽ നിന്ന് ചാടുകയും നട്ടെല്ലടക്കം ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഒരു പെൺകുട്ടിക്ക് പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. പിണറായി വിജയൻ്റെ പോലീസ് ഇന്നേ വരെ ഈ ആളെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഇവരുടെ എല്ലാം ചൊൽപ്പടി പിണറായി വിജയൻ്റെ പാർട്ടിയുടെ വക്താവാണ് ഈ പറയുന്ന യേശുദാസ്. പാർട്ടിയുടെ വക്താവായതിനാൽ പോലീസ് സ്റ്റേഷനിൽ യാതൊരു വിധത്തിലും കേസെടുക്കില്ല എന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിലെ ചട്ടം. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പിണറായി വിജയൻ്റെ ഗുണ്ടാ മാഫിയയാണ് ഭരിക്കുന്നത്. അങ്ങനെയുള്ള ഗുണ്ടാ മാഫിയ ബലാത്സംഗം ചെയ്താലോ തട്ടിപ്പ് നടത്തിയാലോ കൊലപാതകം നടത്തിയാലോ പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടില്ല. ഇതാണ് മുക്കം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പോലീസിന് കൃത്യമായിട്ട് അറിയാം, പ്രതിയെ അറിയാം, പ്രതിയുടെ വീട് അറിയാം, സ്ഥലം അറിയാം, ലോഡ്ജ് അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതുവരെ യാതൊരു നടപടിയും എടുക്കാത്ത സന്ദർഭത്തിലാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുട്ടിയുടെ ബന്ധുക്കൾ ആ കുട്ടി ഗെയിംസ് കളിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വീടിൻ്റെ ടെറസിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ഉടമയായ, അതായത് ലോഡ്ജിൻ്റെ ഉടമയായ യേശുദാസും സംഘവും ചെന്ന് ഭീകരമായ രൂപത്തിൽ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത്. അതിനെ പ്രതിരോധിക്കുന്ന പെൺകുട്ടിയുടെ ശബ്ദമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഏതൊരാളും കേട്ടുകഴിഞ്ഞാൽ വിഷമിച്ചു പോകുന്ന, നടുങ്ങിപ്പോകുന്ന ക്രൂരതയുടെ മുഖമാണ് ഈ വീഡിയോ. നമുക്കറിയാം കേരളത്തിൽ നിന്ന് നടക്കുന്നത് എന്താണ്. എവിടെ നോക്കിയാലും ബലാത്സംഗമാണ്, എവിടെ നോക്കിയാലും ആത്മഹത്യയാണ്, എവിടെ നോക്കിയാലും ആക്രമമാണ്. ഇതിനെല്ലാം ഇത്രയധികം വളരുന്നതിന് കാരണം കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയ വളർന്നിരിക്കുന്നു. അതേപോലെ പോലീസിനെ പിണറായി വിജയൻ തൻ്റെ ഗുണ്ടാ മാഫിയയ്ക്ക് ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള ഏരിയയാക്കി മാറ്റിയിരിക്കുന്നു. പിണറായി വിജയൻ്റെ ആരെങ്കിലുമാണ് പ്രതിയെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വനിതാ കമ്മീഷൻ ചെയർമാൻ അടക്കമുണ്ട്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട്, സെക്രട്ടറിയുണ്ട്. നമുക്കറിയാം ADM നവീൻ ബാബുവിൻ്റെ കൊലപാതകം നടന്നപ്പോൾ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ പിണറായി വിജയനും അതേപോലെ ഗോവിന്ദനുമെല്ലാം പിന്നീട് കാലുമാറുന്നത് നമ്മൾ കണ്ടു. ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പിന്നെ നടന്നത്. കൊലപാതകം ആത്മഹത്യയാക്കി, ആത്മഹത്യയിലും കേസിൽ നിന്ന് PP ദിവ്യയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് കണ്ടു. ഇതേപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും പിന്നിൽ CPM-ൻ്റെയും SFIയുടെയും DYFIയുടെയും നേതാക്കന്മാരാണ്. ഇവിടെ CPM-യുമായി അടുത്ത ബന്ധമുള്ള പോലീസ് സ്റ്റേഷൻ SIയുടെയും CIയുടെയും മാസപ്പടി കൈപ്പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് മുക്കത്തുള്ളത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ പുറത്തുവിട്ട വീഡിയോ പ്രകാരം കയറിപ്പിടിക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന രംഗങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ രംഗങ്ങൾ ഒന്നും കൂടി നമുക്ക് കാണാം. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്നെ സംസാരിക്കാന്ന്. ഒച്ചുണ്ടാക്കി നിന്റെ മാനം പോവും. ഒച്ചുണ്ടാക്കി നിന്റെ മാനം പോകും.